ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലെറ്റ് ബ്ലോഗിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളെ വീട്ടിലാണുള്ളത്. നമ്മളെ അമേരിക്കൻ ഫ്രണ്ടും ഞാനും കൂടി പോവാണ്. അപ്പൊ അതിന്റെ കാഴ്ചകളാണ് ഇന്നത്തെ നമ്മളെ വ്ളോഗിൽ ഉണ്ടാവുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ബെല്ലൈക്കണൊക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം മുന്നത്തെ വീഡിയോ ഒക്കെ കാണാം. നമ്മൾ പെഞ്ചമർബിലൊക്കെ പോയ വീഡിയോ ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലേക്ക് പോയതും ബീച്ചിലൊക്കെ പോയ ഒരുപാട് വീഡിയോസ് ഉണ്ട്. പിന്നെ അതേപോലെ നമ്മൾ പോണ യാത്രയിലുള്ള വീഡിയോസൊക്കെ 1 by 1 ആയിട്ട് വരും. ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പം നേരെ വീഡിയോയിലേക്ക് പോകാം. എന്തെങ്കിലും പറയണ്ടോ? Anything else? Let's do this. We're excited to go. Yeah. Okay. Bye. Bye. See you. Okay, bye. അങ്ങനെ നമ്മൾ ട്രെയിൻ വന്നിട്ടുണ്ട്. കൊച്ചുവേളി എന്ന് പറഞ്ഞ ട്രെയിനിലാണ് നമ്മൾ പോകുന്നത്. നേരെ ഗോവയ്ക്കാണ് പോകുന്നത്. അപ്പോൾ ട്രെയിൻ വന്നിട്ടുണ്ട്. ട്രെയിൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഒരു അരമണിക്കൂറോളം ലേറ്റ്, 3/4 ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് സീറ്റൊക്കെ നോക്കാം. റിസർവേഷനാണ് ES5ലാണ് നമ്മൾ ടിക്കറ്റ് വരുന്നത്, റിസർവേഷൻ വരുന്നത്. അതിൽ 38 35 ആണ് ഇത് വരുന്നത്. ഇത് അവിടെ പോകാം. അവിടെ പോയിട്ട് അവിടുത്തെ നോക്കാം എവിടെയാണ് ഉണ്ടെന്ന് നോക്കാം. ഭയങ്കര ഡിലേ ഉണ്ടോ, ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ വെക്കുന്നുണ്ട്. പുള്ളി അവിടെ TV കണ്ട് എന്തോ മൂവി എന്തോ കണ്ട് ഇരിക്കുകയാണ്. ഞാനിവിടെ പോകുന്നത്. അപ്പോൾ ലഞ്ചിൻ്റെ ടൈം ആവാനായിട്ടുണ്ട്. ഫുഡ് ഇങ്ങനെ കൊണ്ടുവന്നുണ്ട്. ഫുഡ് എന്തെങ്കിലും വാങ്ങി കഴിക്കണം എന്നുണ്ട്. നന്നായിട്ട് കഴിക്കുന്നുണ്ട്. ഇതിൽ അതേപോലെ തന്നെ ഫുഡ് ഒന്നും ഇല്ല കേട്ടോ. അതിൽ ക്യാൻറ്റീനൊന്നും ഇല്ലയെന്നാണ് തോന്നുന്നത്. അപ്പോൾ എന്തെങ്കിലും ഏതെങ്കിലും ഒരു ക്യാഷ് വെച്ച് കഴിഞ്ഞാൽ ഇത് വാങ്ങിച്ച് വെക്കണം. ഞാൻ എന്തെങ്കിലും പണിയായി ഇപ്പം നമ്മൾ ട്രെയിന് ഉടുപ്പി റെയിൽവേ സ്റ്റേഷനിലാണ് എത്തിയിട്ടുള്ളത്. ഇവിടെ കുറച്ച് ടൈം ഡിലേ ഉണ്ടെന്ന് തോന്നുന്നു. ഒരുവിധം എല്ലാ സ്റ്റേഷനിലും ഇത് കുറേ ടൈം നിർത്തിയിട്ടുണ്ട് കേട്ടോ. ചെറിയ സ്റ്റേഷനാണ്, ഒരു പഴയ മോഡൽ സ്റ്റേഷൻ. ഒരു ടണലിൻ്റെ അകത്ത് കൂടി പോകണം കേട്ടോ. ഈ കാണുന്നത് മൊത്തം ബ്ലാക്ക് ഉണ്ട്. ഒരുപാടുണ്ട് തോന്നുന്നു, കുറേ ടൈമായിട്ടുണ്ട്. ഇവിടെ കുറച്ച് ടീമുണ്ട്, അവരൊന്നും കാണുന്നില്ല. ടണൽ കഴിയട്ടെ, കാണിച്ചു തരാം. ട്രെയിനിന് പരിചയപ്പെട്ട ഒരു ഫാമിലിയാണ്. ഇവരെ ലൈക്ക് എന്താന്ന് വെച്ചാൽ ട്രിപ്പ് പോലെ കേട്ടോ. ഫാമിലി ആയിട്ട് ഇവര് 3-4 ആളും. ഇവര് നിങ്ങളുടെ പേരെന്താ പറഞ്ഞത്? സോളമൻ. അവര് ബ്രദർ എന്താ? ദിൽറോഡ്. ഓക്കെ. മാജി. നിങ്ങള് ജെസ്സി. നിങ്ങൾ സിസ്റ്റേഴ്സ് ആണ്? ഓക്കെ. മൊത്തത്തില് ആടെ കണക്ഷൻ ഉണ്ട് അല്ലേ? അപ്പൊ ഗോവയിലേക്ക് പോണില്ലേ? എത്ര ദിവസത്തെ പരിപാടിയാണ്? 17-ാം തീയതി. എറണാകുളത്തല്ലേ വീട്? ഓക്കെ. ഹൈക്കോർട്ടിന്റെ അവിടെ മറ്റേ ഇതുള്ളല്ലേ, വാട്ടർ മെട്രോ. ഞാൻ വന്നിട്ടുണ്ട് അവിടെ. ഇവര് ഭയങ്കര ചില്ലാണ് കേട്ടോ. അടിപൊളി. ഈ ഒരു ഏജിലും ഇങ്ങനെ എൻജോയ് ചെയ്ത് പോകുന്നത് കാണുമ്പോൾ തന്നെ സന്തോഷമുണ്ട്. എനിവേ താങ്ക്സ്, നൈസ് ടു മീറ്റ് യു. കാണാം. ഇപ്പൊ ലഞ്ച് ബ്രേക്ക് ആയിട്ടുണ്ട്. ട്രെയിനിലുള്ള ലഞ്ചാണ്. നമ്മള് സാധാ ചോറും അതേപോലെ തന്നെ മീൻകറിയാണ് വാങ്ങിച്ചത്. പിന്നെ ഒരു ഫിഷ് ഉണ്ട്. ഫിഷ് നമ്മള് ഒരായില്ല നല്ല ചൂടുണ്ട്. പിക്ക് 120 രൂപയാണ്. വല്ലാതെ ടേസ്റ്റ് ഒന്നുമില്ല, നോർമല്. ഇതെല്ലാം വെന്തിട്ടുണ്ട്, അത് വലിയൊരു കാര്യം. പിന്നെ ചെറിയ അരിന്റെ ചോറാണ്. പിന്നെന്താ പറയാ, വാട്ടർബോട്ടിലൊക്കെ നമ്മൾ മേടിച്ചേട്ടാ 120 രൂപയാണ് ഒരു ചോറിന് വരുന്നത്. അതിന്റെ കൂടെ ഈ ഒരു അതിനെ പൊരിച്ചത് കൂടി ഉണ്ട്. എല്ലാം നല്ല ഹോട്ടാണ്. എനിക്ക് അത്ര ഹോട്ട് പോരാ, കുറച്ച് ചൂടൊക്കെ ഉണ്ടത്. പിന്നെ ഈ സാധനമൊക്കെ വെന്തുണ്ട്, അതന്നെ വലിയ കാര്യം. അപ്പം കഴിച്ചു നോക്കാം. ഏതായാലും നല്ല വിശക്കുന്നുണ്ട്. ഓക്കെ. അടിപൊളിയായിട്ട് ടണലിന്റെ ഉള്ളിൽ കൂടി നമ്മൾ യാത്ര ചെയ്ത്. ഇപ്പൊ ആളുകൾ കുറവാണ്. ഈ ഒരു ബോട്ടിലുള്ള ആൾക്കാരൊക്കെ ഒരുവിധം ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ 2ാമത്തെ ടണലാണ് ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് ലെങ്ത് ഉണ്ട്, നല്ല നീളമുള്ളൊരു ടണൽ കേട്ടോ. അപ്പൊ നമ്മള് കുറെ ആൾക്കാർ ഇവിടുന്ന് പരിചയപ്പെട്ടിട്ടുണ്ട്. അവരൊക്കെ മാക്സിമം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നല്ല രസമുണ്ട്. ഇപ്പൊ യാത്ര പിന്നെ വല്ലാതെ എത്തുന്നില്ല. നമ്മൾ ഉറക്കി
ഒരു ചടപ്പ് വരും. പിന്നെ നന്നായിട്ട് വിശപ്പിന് നല്ല ചൂടുണ്ട്. ഇപ്പൊ ഒരു ഇത് അങ്ങനെ ഹാപ്പി ചെയ്യുന്നത്. അപ്പോഴേക്കും നമ്മളെ സ്റ്റോപ്പ് എത്താനായിട്ട് കുറച്ചും കൂടി ഉള്ളെന്ന് തോന്നുന്നു. നിങ്ങൾ എവിടുന്നാ കയറിയത്? കോഴിക്കോടാണ്. എന്താ ബ്രോന്റെ പേരെന്താ പറഞ്ഞത്? സിനാനില്ലേ? ഇയാളോ? വിഷ്. കോഴിക്കോട് തന്നെ വീട്? ചേളാരി മലപ്പുറം. നിങ്ങൾ മലപ്പുറം. ബോംബെ പോകുന്നു. നിങ്ങള് ബോംബെയിലേക്ക്? ഇവിടെ ചോക്ലേറ്റ് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ചായ, ഈ ചായ അടിപൊളി ചായ ഉണ്ടാക്കും. സൂപ്പർ ചായ ഞാൻ കുടിച്ചു. രണ്ടാമത് ടണലും 4-മത്തൊക്കെയാണ് തോന്നുന്നു. ചായ എങ്ങനെയുണ്ട്? സൂപ്പറാ. നിങ്ങളാണോ എങ്ങോട്ടാ പോണം? മുംബൈ. രണ്ടാമത് ജോലിയില്ല, വർക്കോ? അവിടെ എന്താണ്? വൈബടിക്കാൻ. ഇത് മക്രോണില്ലേ? മക്രോണിന്റെ മാത്രമുള്ള ടൈപ്പാണ്ടത്. സ്വീറ്റ്സ് അല്ലേ? എന്താ റേറ്റ്? എന്താ 80? ചോക്ലേറ്റ് ഒരു ഐറ്റം വാങ്ങിച്ചിട്ടുണ്ട്. Pineapple. Cake. Yeah. Wafer. Tasty. Nice. അടിപൊളി. എങ്ങനെ വേണം? ഗോവ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ട് മുന്നേ എത്തിയിട്ടുണ്ട്. ഇനി 2 മിനിറ്റൊക്കെ ഉള്ളൂന്നാണ് തോന്നുന്നത്. കുറേ ടൈമായി വണ്ടിയിൽ കയറിയിട്ട്. ഒരു 5:30 എത്തേണ്ട വണ്ടിയാണ്. ഇപ്പൊ ടൈം 8:30 ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇവിടുന്ന് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. ഓക്കെ, അങ്ങനെ ഫൈനലി നമ്മൾ ഗോവയിൽ എത്തിയിട്ടുണ്ട്. ഗോവയിൽ നിന്ന് ഇനി നമ്മൾ ഈ ഒരു റൂമിന്റെ അങ്ങോട്ട് ഒരു ഓട്ടോ വിളിച്ച് പോകാന്നുള്ളതിലാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഓട്ടോ അതേപോലെ തന്നെ ടാക്സിന്റെ ആളുകളോടൊക്കെ കറക്റ്റ് ചോദിച്ചതിന് ശേഷം മാത്രം വിളിക്കുക. നമ്മൾ പെട്ടെന്ന് ഒരു വണ്ടി വിളിച്ച് പോകണതിൽ നല്ലത് ഒരുപാട് ആളുകളോട് ചോദിക്കുക എവിടെയാണ് സ്ഥലം അറിയാമെന്നുള്ളതൊക്കെ. അപ്പോൾ ക്യാഷ് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ക്യാഷിന് പോവാം. അപ്പോൾ നമ്മൾ നല്ല ടയർഡാണ്, ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ അവിടെ പോയി റൂമിൽ പോയി ഒന്ന് റെസ്റ്റ് എടുത്ത് ഫുഡ് കഴിക്കണം. ഉച്ചക്കൊന്നും ഫുഡ് കഴിച്ചിട്ടില്ല. പുള്ളിയും ടയർഡാണ്, ഞാനും ടയർഡാണ്. അപ്പോൾ ഗോവ റെയിൽവേ സ്റ്റേഷന്റെ മുന്നിൽ മൊത്തം എന്താ പറയുക ലൈറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും അവിടെ എത്തിയിട്ട് കാണാം. റൂമിലേക്ക് കുറച്ച് കഴിഞ്ഞ് നടക്കാണ്ടിരുന്നു. നമ്മൾ അവിടെ നിന്ന് വന്നിട്ട് ഇതാണ് നമ്മളെ റൂം. വെൽക്കം ടു അവർ ഹോം. ഒരു പിക്ചർ ഉണ്ട്, അടിപൊളിയാണ്. ഇങ്ങനെ കയറി വരുമ്പോൾ തന്നെ നല്ല വ്യൂ ആണ്. അടിപൊളി റൂം, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമ്മളിവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് ഞങ്ങളെ കാണിക്കാന്നുള്ളതിലാണ്. ഇവിടെ കയറി വരുമ്പോൾ ഒരു ഫ്രിഡ്ജ് ഉണ്ട്, അതേപോലെ തന്നെ കുക്ക് ചെയ്യാനുള്ള എല്ലാ സൗകര്യവും ഉണ്ട്. പിന്നെ വെള്ളത്തിൻ്റെ സൗകര്യമുണ്ട്. പിന്നെ ഇവിടെ ഒരു ടേബിൾ ഉണ്ട്, അടിപൊളി. ഇതിലെല്ലാം വാൾപേപ്പറാണ് കേട്ടോ, വാൾപേപ്പറിൻ്റെ വർക്കാണ്. പിന്നെ ഈ ഒരു ഇതല്ലേ ഷെൽഫൊക്കെ ഇല്ലേ, അതൊക്കെ നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് റൂം ഇതാണ് കേട്ടോ. ഈ റൂമിൻ്റെ ഡോറൊക്കെ അത്യാവശ്യം നല്ല വീതിയും വലുപ്പത്തിലുള്ളതാണ്. AC കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ ഒരു വാർഡ്രോബ് ഉണ്ട്. പിന്നെ ഇതാണ് ബെഡ് കാണിക്കാൻ മറന്നുപോയി. ഇതാട്ടോ ഇതിൻ്റെ ബെഡ്, ഇവിടുത്തെ റൂമിൻ്റെ ബെഡ്. ഇതിൻ്റെ വാൾപേപ്പർ അടിപൊളിയാണ്. ഇതാണ് ബാത്റൂമിൻ്റെ സ്വിച്ച് ഇവിടെ വെച്ചത്. സ്വിച്ച് കാണാൻ പറ്റുന്നില്ല. ഓക്കെ, ഇതാണ് നമ്മളെ ബാത്റൂം. ഫസ്റ്റ് ഒരു വാഷ്റൂം ഉണ്ട്, 2 വാഷ്റൂം ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് വന്നാൽ ഒരു ഗ്ലാസ്, ഇവിടെയാണ് കുളിക്കാനുള്ള സൗകര്യമൊക്കെ ഉള്ളത്. അടിപൊളി. ഇവിടെ കൈയൊക്കെ വാഷ് ചെയ്യാനുള്ള വാഷ് ബേസ് അടിപൊളിയല്ലേ. ഇവിടെയും കുറച്ച് പിക്ചർ കാര്യങ്ങൾ. വലിയ റൂം തന്നെയാണ് വാഷ്റൂം. നെക്സ്റ്റ് റൂം സെയിം അപ്പിയറൻസിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ ലൈറ്റ് അതാണ്ട
കുഴപ്പമില്ല, അടിപൊളി. ഇവിടെ കുറച്ച് പിക്ചർ കാര്യങ്ങളൊക്കെ ഉണ്ട്. സെറ്റ്. ഇതിന്റെ ഈ ഡോറ് കുറച്ച് ഹൈലൈറ്റ് ആണ് കേട്ടോ. നല്ല നീളമുള്ള ഡോറ്. സെയിം ബാത്റൂം, യൂറോപ്യൻ ക്ലോസറ്റ് സംതിങ്. ഇവിടെ ഒരു കുളിക്കാനുള്ള ഇവിടെ ലൈറ്റ്, ഇതിന് റൂമിന് ലൈറ്റ് ഇട്ടില്ല. ഓക്കെ, അടിപൊളി ലൈറ്റ്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ എഴുതാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഇരുന്ന് എഴുതാം. നമ്മളാകെ ഒരു ദിവസത്തിനുണ്ട് ഈ റൂം. ഇവിടെ നമ്മൾ ഒരു ദിവസം നിൽക്കുന്നുണ്ടോ. അതേപോലെ ഈ ടൈല് നല്ല ഭംഗിയുള്ള ടൈല്, എനിക്കിഷ്ടമായി. നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട്. ബാൽക്കണിയിൽ നല്ല ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാണ് ബാൽക്കണീൻ്റെ ഇരിക്കാനുള്ള ചെയർ കേട്ടോ. ഇവിടെ അടിപൊളി നല്ല ചെയറുണ്ട്, 2 ചെയറുണ്ട്. പിന്നെ AC-ൻ്റെ ഇത്. പിന്നെ നമുക്ക് വാഷ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇവിടെ നമുക്ക് വാഷ് ചെയ്തിട്ട് ഇടാനുള്ളതുണ്ട്. പിന്നെ നമുക്ക് സ്വിമ്മിങ്ങിനൊക്കെ പോകാനുള്ള സംഭവമാണ് ഈ ഒരു ഇത് കേട്ടോ. പിന്നെ പുറത്തേക്ക് കണ്ട് നോക്കിക്കഴിഞ്ഞാൽ അടിപൊളി ഒരു വിഷ്വൽ ഉണ്ട് എന്നാണ് ഇവർ പറഞ്ഞത്. ഇതിനങ്ങോട്ട് കോക്കനട്ട് ട്രീ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതിൽ ഈ ഒരു സീ കാണുന്ന ഈ കാഴ്ച കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് രാവിലെയാണ് കാണാൻ പറ്റുണ്ടാവുക. അപ്പോൾ രാവിലെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ കുറേ ഈ ഡോഗ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്നവർ കുറച്ചൊന്ന് ശ്രദ്ധിക്കണം. ഈ ഹോട്ടലിന്റെ റൂം, ഈ ഹോട്ടലിന്റെ പേര് കാര്യങ്ങളൊന്നും എനിക്ക് കറക്റ്റ് അറിയില്ല. ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം. ഇവിടെ കണ്ടില്ലേ ഒരു ലൈറ്റ് റാന്തൽ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഇന്റീരിയർ ഒക്കെ അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ലൈറ്റ് ഉണ്ട്. ഈ ലൈറ്റൊക്കെ നമുക്ക് വർക്ക് ചെയ്യാൻ തോന്നും. പിന്നെ ഇവിടെ ചെയർ, ഈ ചെയറിലൊക്കെ ചെയ്യുന്നില്ല ഇതല്ല. ഓക്കെ, നമ്മളിവിടെ റൂമിൽ നിന്ന് നേരെ കണ്ട ഒരു ഹോട്ടലിലേക്ക് വന്ന് 1 കിലോമീറ്റർ നടക്കാണ്ടായിരുന്നു. അങ്ങനെ നടന്നിട്ട് വന്ന് അവിടെ നമുക്ക് വഴിയിൽ നിന്ന് ഒരു ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇതിന് ഇപ്പോൾ നമ്മളെ ഇത് അപ്പോൾ ജ്യൂസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയോ സാധനങ്ങൾ പുള്ളി ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടേന്, പക്ഷെ എനിക്കൊന്നും അറിയുന്നില്ലേന്. അപ്പം നമ്മളെ ഫ്രണ്ട് ജിമ്മാണ് കാര്യങ്ങളൊക്കെ സംസാരിച്ചതും. പുള്ളി കാര്യങ്ങളെല്ലാം സംസാരിച്ച് മസ്കിറ്റോസ് എല്ലോടെ ഉണ്ട് ഈ സംഭവം. പിന്നെ ഇവിടെ ഒരു ക്യാൻഡിൽ. You telling some food items? Oh, we're having prawns vindaloo. Prawns vindaloo. 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 Latif has Prawns never vindaloo. had vindaloo. Yeah. So we'll see if he likes it. Sound. And then chicken something or other. Another Goan style chicken curry. Yeah. Okay, സാധനം കൊണ്ടതിന്റെ ബാക്കി കാണിച്ചു തരാം കേട്ടോ. ചിക്കൻ കറി, ബട്ടർ നാൻ, പിന്നെ കുറച്ച് സലാഡ് ഉണ്ട്. ഇതാണ് നമ്മള് വിന്താലു. ഫുഡേക്ക് വീഡിയോ എടുക്കുന്നത് വലിയ താല്പര്യമില്ല കേട്ടോ.